ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കരുവത്തോട് കാരഗുളികൻ ദേവസ്ഥാനത്താണ്. ഇവിടെ ഇപ്പം കാരമുള്ളിലേക്കെല്ലാം ഇങ്ങനെ എടുത്ത് ചാടുന്ന ഗുളികൻ ദൈവം ഇപ്പം പുറപ്പാടുണ്ട്. അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ തെയ്യം കാണാൻ വേണ്ടി വരുന്നത്. ഭക്തിയുടെയും വിസ്മയത്തിന്റെയും അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ചീമേനി വലിയ പൊയിലിനടുത്തുള്ള കരുവാത്തോട് ശ്രീ കാരഗുളികൻ ദേവസ്ഥാനം. ഉത്തര മലബാറിലെ തെയ്യപ്രപഞ്ചത്തിൽ വീര്യവും രൗദ്രഭാവവും ഒത്തുചേരുന്ന കാരഗുളികൻ ഇവിടെ ഭക്തർക്ക് അഭയമേകുന്നു. മഹാദേവന്റെ ഇടതുകാലിലെ തള്ളവിരൽ പൊട്ടി ജനിച്ചവനാണ് ഗുളികൻ എന്നാണ് പുരാണം. കാലന്റെ കാലനായ ഗുളികൻ ലോകനാഥന്റെ ആജ്ഞാനുവർത്തിയാണ്. എന്നാൽ കാരഗുളികൻ എന്ന സങ്കല്പം അല്പം കൂടി സവിശേഷമാണ്. പണ്ട് ഈ പ്രദേശത്തെ കാടുകളിൽ നിറഞ്ഞുകണ്ടിരുന്ന കാരമുള്ളുകൾക്കിടയിൽ ഗുളിക ചൈതന്യം വസിച്ചിരുന്നു എന്നാണ് വിശ്വാസം. തെയ്യം കെട്ടിയാടുമ്പോൾ ഭക്തരെ വിസ്മയിപ്പിച്ചുകൊണ്ട് കൂർത്ത മുള്ളുകൾ നിറഞ്ഞ കാരച്ചെടികൾക്കിടയിലേക്ക് തെയ്യം എടുത്തു ചാടുന്നത് ഈ ഐതിഹ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. കരുവാത്തോട് തറവാടിന്റെയും ആ പ്രദേശത്തെ ജനങ്ങളുടെയും സർവ്വവിഘ്നങ്ങളും നീക്കി ഐശ്വര്യം നൽകുന്ന കാവൽ ദൈവമായിട്ടാണ് കാരഗുളികൻ ആരാധിക്കപ്പെടുന്നത്. മറ്റു ഗുളികൻ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാരഗുളികന്റെ പുറപ്പാടും മുന്നിലേക്കുള്ള ചാട്ടവും കാണുമ്പോൾ കാണികളിൽ ഭക്തിയും ഭയവും ഒരുപോലെ നിറയും. കൂർത്ത മുള്ളുകൾ നിറഞ്ഞ കാരക്കൂട്ടത്തേക്ക് തെയ്യം എടുത്തു ചാടുന്നു. ശാരീരികമായ വേദനകളെ ഭക്തിയുടെ കരുത്തുകൊണ്ട് അതിജീവിക്കുന്ന ഈ കാഴ്ച വിശ്വാസത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്.
നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അമ്പലങ്ങളിലും കാവുകളിലും ഇന്നും ഇത്തരം ജീവസുറ്റ എത്രയോ ആചാരങ്ങൾ നിലനിൽക്കുന്നു. പുറം ലോകം അധികമൊന്നും അറിയാത്ത, എന്നാൽ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കരുത്തു വിളിച്ചോതുന്ന അത്യപൂർവമായ അനുഷ്ഠാനങ്ങൾ. കരുവാത്തോടെ കാരകുളികൻ അതിലൊരു വിസ്മയം മാത്രമാണ്. ഇതുപോലെ നമ്മൾ അറിയാതെ പോകുന്ന വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ മണ്ണിലെ ഓരോ ദൈവവിശ്വാസങ്ങളും ലോകത്തിനു മുമ്പിലെത്തിക്കാൻ നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കാരകുളികൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബായ്.